നഴ്സുമാർ മാനേജറുടെ ക്യാബിനിൽ എത്തുമ്പോൾ അവിടെ സിദ്ധാർത്ഥും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും യാതൊരു വിശദീകരണവുമില്ലാതെ അവൻ കയ്യിലെ ഡോക്യുമെന്റ് മാനേജറുടെ മുന്നിലേക്ക് വെച്ചു. അത് അശ്വിന്റെ DNA ടെസ്റ്റ് റിപ്പോർട്ടായിരുന്നു. അത് ഭൈരവ് തന്ന ഡോക്യുമെന്റിൽ സംശയമുള്ളതുകൊണ്ടല്ല, മറിച്ച് അശ്വിൻ തന്റെ കുഞ്ഞാണെന്ന് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിച്ചു ചെയ്തതാണ്. നീലിമ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. അവളും എല്ലാം വിശ്വസിക്കണം, അംഗീകരിക്കണം. അതിനുകൂടിയാണ് ഇത് ചെയ്തത്. സിദ്ധാർത്ഥിനു പിന്നിൽ ഈ റിപ്പോർട്ടിൽ ഒരല്പം പോലും അവിശ്വസനീയതയില്ല. കാരണം ബന്ധങ്ങളെ ആധാരപ്പെടുത്തുമ്പോൾ അശ്വിൻ സ്വന്തം കുഞ്ഞാണെന്ന് അവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവൻ മുന്നിലെ DNA റിപ്പോർട്ടിലേക്ക് വീണ്ടും നോക്കി. അതിൽ സിദ്ധാർത്ഥും അശ്വിനും തമ്മിലുള്ള മാച്ച് 99.9%. ഈ വിവരം കണ്ടു പ്രദീപ് അത്ഭുതത്തോടെ വാ പൊളിച്ചു. സിദ്ധാർത്ഥ് സർ! ഇത് കൂടുതലൊന്നും ചോദിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പകരം ആ റിപ്പോർട്ട് കയ്യിലെടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതിൽ ഒടുവിൽ അശ്വിൻ സ്വന്തം കുഞ്ഞാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇത് സത്യമാണ് മിസ്റ്റർ പ്രദീപ്. ഞാൻ അശ്വിന്റെ അച്ഛനാണ്. DNA റിപ്പോർട്ട് വെച്ച് തന്നെ കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് അച്ചുവിന്റെ സർജറിക്ക് വേണ്ട ബാക്കി ഫോർമാലിറ്റീസ് നമുക്ക് നോക്കാം. സിദ്ധാർത്ഥ് വിശദീകരിച്ചു. ഓരോ ദിവസം കഴിയും തോറും അശ്വിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും ഡോണറെ കിട്ടാത്തതിന്റെ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. മാനേജർക്കും സന്തോഷായി. കുഞ്ഞിന്റെ കാര്യത്തിൽ അയാളും ടെൻഷൻ അടിച്ചിരുന്നു. അവന് ഇത്രയും വലിയ അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ അയാളുടെ മനസ്സ് വേദനിച്ചിരുന്നു. ഇപ്പോഴാണ് അയാൾക്ക് ഒരല്പം സമാധാനമായത്. പേടിക്കേണ്ട സാർ, ഈ റിപ്പോർട്ട് നമുക്ക് ധാരാളമാണ്. അതുകൊണ്ട് വൈകാതെ അശ്വിന്റെ സർജറി ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം, മാനേജർ പറഞ്ഞു. പിന്നെ അശ്വിൻ സാറിന്റെ കുട്ടിയാണെന്ന് കരുതിയതല്ല. ഇതിപ്പോ എല്ലാവരും ഹാപ്പി ആയില്ലേ? മേഡത്തിനെ ഇനി ഇതിന്റെ പേരും പറഞ്ഞ് ആരും വിഷമിപ്പിക്കില്ല. നിങ്ങൾ 3 പേരും ഹാപ്പിയായി ജീവിക്കും. അയാൾ അതുകൂടി കൂട്ടിച്ചേർത്തു. സിദ്ധാർത്ഥിനെ അയാൾ കുഞ്ഞുനാൾ മുതൽ കാണാൻ തുടങ്ങിയതാണ്. അവൻ വളർന്നതും മികച്ച വിദ്യാഭ്യാസം നേടിയതും അവൻ കഷ്ടപ്പെട്ട് വിശ്വ ഗ്രൂപ്പിനെ മികച്ചതാക്കിയതും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതേപോലെ സിദ്ധാർത്ഥിന്റെ വിഷമ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളും അയാൾ കണ്ടിട്ടുണ്ട്. അവനെ ചെറിയൊരു കാലയളവിൽ ഒരുപാട് ഗോസിപ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി. അവന്റെ ജീവിതം നല്ലൊരു വഴിത്തിരിവിലേക്ക് നീങ്ങി. അതുകൊണ്ട് പ്രദീപ് സമാധാനിച്ചു. അയാളുടെ വാക്കുകൾ സിദ്ധാർത്ഥിന്റെ മനസ്സിനെയും ബാധിച്ചിരുന്നു. അവന്റെ മുഖത്ത് സന്തോഷത്തിന്റെ സൂചന നിറഞ്ഞു. പക്ഷേ പ്രദീപിന്റെ മുഖത്ത് ചെറിയൊരു ആശങ്ക നിഴലിച്ചു. അയാൾ എന്തോ ചിന്തിച്ചതുപോലെ സിദ്ധാർത്ഥിനെ നോക്കി. അല്ല സർ, ഇതിനെപ്പറ്റി നിങ്ങളുടെ പേരൻസിനെ അറിയിക്കുന്നില്ലേ? നിങ്ങൾക്കൊരു കുട്ടി ജനിച്ച് കാണാൻ അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതെനിക്കുറപ്പാ. അപ്പോൾ പിന്നെ അവർക്കൊരു കൊച്ചുമകൻ ഉണ്ടെന്നറിഞ്ഞാൽ എന്താകും അവസ്ഥ? ശരിക്കും ഹാപ്പി ആവില്ലേ? പ്രദീപ് കാര്യങ്ങൾ വ്യക്തമാക്കി. പക്ഷേ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സിദ്ധാർത്ഥിന്റെ മുഖം ഇരുണ്ടു. അത് എന്റെ മാത്രം കാര്യമാണ്. താങ്കൾ ഇപ്പോൾ അച്ചുവിന്റെ സർജറിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. നീലിമയോടും അശ്വിനോടും ഗീത അത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് ഓർത്തപ്പോൾ തന്നെ സിദ്ധാർത്ഥിന്റെ കുറ്റബോധം തോന്നി. അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് തന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ അവന് താല്പര്യം തോന്നിയില്ല. പക്ഷെ അധികം താമസിയാതെ ഈ യാഥാർത്ഥ്യം അവർ അറിയും. അതിനെക്കുറിച്ചും സിദ്ധാർത്ഥ് ചിന്തിക്കാതിരുന്നില്ല. എന്തുകൊണ്ട് എനിക്കു തന്നെ ഇത് അവരോട് നേരിട്ട് പറഞ്ഞുകൂടാ? അവൻ സ്വയം ചോദിച്ചു. അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചാലും ഇതേപ്പറ്റി ആലോചിച്ച് അവൻ പ്രദീപിനോട് യാത്ര പറഞ്ഞു. ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഏറെ നേരം സിദ്ധാർത്ഥ് ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. പിന്നെ സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് ഇതൊരു സന്തോഷ വാർത്തയാണ്. അതുകൊണ്ട് അശ്വിന്റെ കാര്യം തന്റെ മാതാപിതാക്കളോടും മുത്തശ്ശനോടും പറയുന്നത് തെറ്റില്ലെന്ന് അവന് തോന്നി. എന്നാൽ ഇപ്പോൾ അവന് ചെയ്തു തീർക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ വേറെയുണ്ട്. അതിനുവേണ്ടി അവൻ അശ്വിനെ കിടത്തിയ റൂമിലേക്ക് പോയി. നേരത്തെ നീലിമയെയും കൊണ്ട് ചെല്ലുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പോഴും അവൻ ഉണർന്നിട്ടില്ല. നീലിമയുടെ കൈക്കുള്ളിൽ അവൻ സുഖനിദ്രയിലാണ്. ഹൃദയത്തിന് കുളിരു പകരുന്ന ഈ കാഴ്ച സിദ്ധാർത്ഥ കുറച്ചുനേരം നോക്കി നിന്നു. അവന്റെ ഉള്ളിൽ ആർദ്രമായ വികാരം കൊണ്ട് സന്തുഷ്ടമായിരുന്നു. തന്നോട് ഏറെ സാമ്യമുള്ള അശ്വിന്റെ മുഖത്തെ പറ്റി അവൻ സ്വയം വിലയിരുത്തി. അച്ചു എന്റെ കുട്ടിയാണെന്ന് പണ്ടേ എനിക്ക് സംശയം തോന്നിയിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ശരിക്കും വന്ന് അന്വേഷിക്കാഞ്ഞത്? ആ സത്യം നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീലിമയും അച്ചുവും ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും രക്ഷിക്കാമായിരുന്നല്ലോ. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ കുറ്റബോധം ശക്തിയായി. ഭാവിയിൽ അമ്മക്കും മകനും നഷ്ടപരിഹാരം പോലെ സ്നേഹം വാരിക്കോരി കൊടുക്കണമെന്ന് അവൻ മനസ്സിൽ സത്യം ചെയ്തു. ആ ചിന്തയോടെ നീലിമയുടെ അരികിലേക്ക് എത്തി. അവന്റെ സാന്നിധ്യത്തിൽ അവൾ ഞെരുങ്ങി കണ്ണുകൾ തുറന്നു. എന്തുപറ്റി സിദ്ധു? അവൾ അന്വേഷിച്ചു. ഞാൻ ഡോക്ടർ പ്രദീപുമായി സംസാരിച്ചു, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ ആകാംക്ഷയോടെ അശ്വിനെ ഉണർത്താതെ എണീറ്റിരുന്നു. ആണോ? എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? നീലിമ ചോദിച്ചു. അതേടോ, പക്ഷേ അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കിപ്പോഴും അറിയില്ല. സിദ്ധാർത്ഥിന് ആ കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ഞാൻ അച്ചുവിനെ ഗർഭം ധരിച്ചത് ആ രാത്രിയാണ്. സിദ്ധു, എന്നെ അഞ്ജലി ചതിച്ച ആ രാത്രി. എന്നെ ചീത്തയാക്കാൻ അവളാ സിദ്ധുവിനെ യൂസ് ചെയ്തേ. നീലിമയുടെ മുഖത്ത് വിഷമം നിറഞ്ഞു. അവൾ വേട്ടയാടുന്ന ഓർമ്മകളെക്കുറിച്ച് സിദ്ധാർത്ഥും മനസ്സിലാക്കി. അവൻ വേഗത്തിൽ അവളെ ആശ്വസിപ്പിക്കാനായി അരികിലെത്തി. അങ്ങനെയല്ല നീലു,
അവൾ എന്നെ ഉപയോഗിച്ചതല്ല, ഞാനും നിന്നെ പോലെ പെട്ടതാണ്. ഞാനന്ന് ആ ഹോട്ടലിൽ ഒരു ബിസിനസ് മീറ്റിനായി പോയതാ. പക്ഷേ എന്നെ ചതിക്കാൻ ആരോ ഞാൻ കഴിച്ച മദ്യത്തിൽ ഡ്രഗ്സ് കൂടി ചേർത്തു. തലേന്ന് നടന്നതും ഓർമ്മയില്ലാതെയാണ് ഞാൻ പിറ്റേ ദിവസം എഴുന്നേൽക്കുന്നത്. പക്ഷേ സുന്ദരിയായ ഒരു സ്ത്രീയുടെ അവ്യക്തമായ ചിത്രം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സിദ്ധാർത്ഥ് വിശദീകരിച്ചു. നീലിമയുടെ കണ്ണുകൾ വിടർന്നു. സിദ്ധാർത്ഥ് പറഞ്ഞത് അവൾക്ക് വിശ്വസിക്കാനായില്ല. എന്തിനാ ഇതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ഒളിപ്പിച്ചു വെച്ചത്? നീലിമ ചോദിച്ചു. എടോ, മനഃപൂർവ്വമല്ല, ഇതൊക്കെ യാദൃശ്ചികമായി നടന്ന കാര്യങ്ങളല്ലേ. അച്ചുവിൻ്റെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അവന് എൻ്റെ മുഖച്ഛായല്ലേ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ സംഭവം നടന്നു 9 മാസം കഴിയും മുന്നേ അച്ചു ജനിച്ചില്ലേ? അങ്ങനെയാണല്ലോ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ പിന്നെ എനിക്ക് സംശയമായി. പിന്നെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളെ വേദനിപ്പിക്കരുതെന്ന് ഞാൻ കരുതിയിരുന്നു. സത്യം, ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലടൂ. സിദ്ധാർത്ഥ് അവൻ്റെ ഭാഗം ന്യായീകരിച്ചു. നീലിമയും ആ വാക്കുകൾ ഉൾക്കൊണ്ടിരുന്നു. അച്ചു മാസം എത്തും മുന്നേ പ്രസവിച്ച കുട്ടിയാ സിദ്ധു. പ്രഗ്നൻസിയിൽ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഒട്ടും നല്ലതായിരുന്നില്ല. അത് പറഞ്ഞ് അവൾ സിദ്ധാർത്ഥിൻ്റെ കവിളിൽ തൊട്ടു. സിദ്ധു തന്നെയാണ് അച്ചുവിൻ്റെ അച്ഛൻ, എനിക്കുറപ്പാ, നീലിമ പറഞ്ഞു. അത് കേട്ടതും സിദ്ധാർത്ഥ് അവളെ ആലിംഗനം ചെയ്തു. പരസ്പരം ചൂട് പകർന്ന് അവരങ്ങനെ കുറേ നേരം ഇരുന്നു. പതിയെ രാത്രിയായി. നീലിമയുടെ അരികിൽ കിടക്കും മുന്നേ സിദ്ധാർത്ഥ് ഒന്ന് ഫ്രഷായി. എന്നിട്ട് അശ്വിൻ്റെയും നീലിമയുടെയും ഇടയിൽ കയറി കിടന്നു. ഒപ്പം ഇരുവരെയും സൗമ്യമായി തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും ശാന്തത അവന് മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു. നീലിമക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഒന്നായിരുന്നു അത്. 3 പേരുടെയും ജീവിതത്തിൻ്റെ പുതിയ തുടക്കമായിരുന്നു അത്. അതൊക്കെ ആലോചിച്ച് സിദ്ധാർത്ഥിന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിറ്റേ ദിവസം ആദ്യം ഉണർന്നത് അശ്വിനായിരുന്നു. തൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ചുറങ്ങുന്നത് കണ്ടു അവൻ വളരെയധികം സന്തോഷിച്ചു. അധികം വൈകാതെ നീലിമയും സിദ്ധാർത്ഥും എഴുന്നേറ്റിരുന്നു. അശ്വിൻ തങ്ങളെ നോക്കുന്നത് കണ്ടു. നീലിമയ്ക്ക് ചമ്മൽ തോന്നി. അവൾ ഇരുവരെയും ശ്രദ്ധിക്കാതെ ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ തന്നെ അശ്വിൻ അവന്റെ അച്ഛന്റെ ദേഹത്തേക്ക് വലിഞ്ഞു കയറിയിരുന്നു. ഡാഡി, അമ്മ നാണിച്ചു. ഡാഡി കണ്ടോ? അശ്വിൻ ചോദിച്ചു. സിദ്ധാർത്ഥ് മറുപടിയായി തലയാട്ടി ചിരിച്ചു. അമ്മ കേൾക്കെ പറയണ്ട, അച്ചുവിന് അവളെ വെച്ചേക്കില്ല. അവൻ കുട്ടിയെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കതിന് അമ്മയെ പേടിയില്ലല്ലോ. പറയുന്നതിനൊപ്പം അവൻ നാക്ക് നീട്ടി. അതിനിടയിൽ നീലിമ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് റൂമിലേക്ക് ആരോ ബ്രേക്ക്ഫാസ്റ്റ് എത്തിച്ചിരുന്നു. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരാൻ ഏൽപ്പിച്ചതാകുമെന്ന് നീലിമക്ക് മനസ്സിലായി. അവന്റെ ശ്രദ്ധ കണ്ട് അവളുടെ മനസ്സ് നിറഞ്ഞു. അതിനിടയിൽ ഡോക്യുമെന്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് സിദ്ധാർത്ഥ് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തിയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അശ്വിൻ ഇരുന്ന് കളിക്കുന്നുണ്ട്. നീലിമയും സിദ്ധാർത്ഥും പരസ്പരം ഒന്ന് നോക്കി. അശ്വിന്റെ യഥാർത്ഥ അച്ഛൻ സിദ്ധാർത്ഥാണെന്ന് പറയേണ്ട സമയമാണിതെന്ന് ഇരുവർക്കും തോന്നി. പ്രത്യേകിച്ചും അശ്വിന്റെ സർജറി ഡേറ്റ് അടുത്തിരിക്കുന്നു. നീലിമക്ക് മനസ്സിൽ പരിഭ്രമം നിറഞ്ഞു. അവളെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് നിന്നു. കളിച്ചു തളർന്ന അശ്വിൻ നീലിമയുടെ കൈക്കുള്ളിൽ ഒതുങ്ങി. അവൻ ആഹ്ലാദം നിറഞ്ഞ പഴയ രൂപത്തിലേക്ക് എത്തിയ പോലെ ഇരുവർക്കും തോന്നിയിരുന്നു. നീലിമക്ക് മനസ്സിൽ ആശ്വാസം തോന്നി. അശ്വിന് വേണ്ടി താനും സിദ്ധാർത്ഥും ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. സിദ്ധാർത്ഥ് തന്റെ അച്ഛനാണെന്ന് അറിയുന്നത് ഈ സമയത്ത് അശ്വിനെ കൂടുതൽ സന്തോഷിപ്പിക്കും. അതുകൊണ്ട് നടന്നതെല്ലാം അവനെ അറിയിക്കാൻ നീലിമ തയ്യാറായി. അതിനുവേണ്ടി നീലിമ വാ തുറന്നു. അപ്പോൾ തന്നെയാണ് പരിചിതമായ ഒരു ബഹളം അവൾ കേട്ടത്. ഒപ്പം വാതിലിൽ ആരോ തട്ടുന്നുണ്ട്. അത് ഗീതയും വിശ്വനാഥുമായിരുന്നു. ആ തിരിച്ചറിവിൽ നീലിമ ഞെട്ടിപ്പോയി. സിദ്ധാർത്ഥ് നിരാശ നിറഞ്ഞ മുഖത്തോടെ എഴുന്നേറ്റു. പിന്നെ വാതിൽ തുറക്കാനായി മുന്നോട്ട് പോയി. അപ്പോഴേക്കും അവർ ഡോർ തുറന്നു അകത്തേക്ക് കയറിയിരുന്നു. ഒപ്പം അവർ തിടുക്കത്തിൽ ആരെയോ അന്വേഷിച്ചിരുന്നു. ആ നോട്ടം അശ്വിനിൽ എത്തിയതും അവരുടെ കണ്ണുകൾ തിളങ്ങി. എന്റെ പൊന്നു മോനെ! ഗീത അശ്വിനെ നോക്കി അലറി വിളിച്ചു. എന്നിട്ട് ഓടി വന്നു കുഞ്ഞിനെ കയ്യിലെടുത്തു. അവരുടെ പ്രവൃത്തിയിൽ നന്നായി എതിർപ്പുണ്ട് എങ്കിലും അവൻ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. ഗീതയ്ക്കിപ്പോൾ തന്നോടുള്ള മനോഭാവത്തിൽ അശ്വിൻ അമ്പരന്നിരുന്നു. അവന്റെ അറിവിൽ ഗീതക്ക് അശ്വിനെ ഇഷ്ടമല്ല. പിന്നെ പെട്ടെന്ന് അവർക്ക് ഈ സ്നേഹം എവിടെ നിന്നും പൊട്ടിമുളച്ചു. അശ്വിന്റെ കുഞ്ഞു മനസ്സിൽ പോലും ചോദ്യം നിറഞ്ഞു. പെട്ടെന്ന് ബോധം വന്നതുപോലെ അശ്വിൻ അവരുടെ കൈകളിൽ നിന്നും പിടഞ്ഞ് താഴേക്കിറങ്ങി. എന്നിട്ട് പിന്നിലേക്ക് അടിവെച്ചു. നീലിമയുടെ അരികിലേക്ക് എത്തുന്നതുവരെ അവന് പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. അമ്മേ, എനിക്ക് പേടിയാ, അശ്വിൻ ഭയത്തോടെ പറഞ്ഞു. ഗീത തന്നോട് തന്റെ അമ്മയോടും ചെയ്ത കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. അവൻ തിടുക്കത്തിൽ നീലിമയെ കെട്ടിപ്പിടിച്ചു. അവന്റെ പ്രവൃത്തി നീലിമയിലും ഭയം നിറച്ചു. സുഖമില്ലാത്ത കുട്ടിയാണ്. ഭയന്ന് കരഞ്ഞാൽ അവന് വയ്യാതായാലോ? ആ ചിന്തയിൽ നീലിമ മകനെ തന്റെ കൈക്കുള്ളിൽ തന്നെ ഒതുക്കി. മാഡം, അച്ചുവിന് സുഖമില്ലാത്തതാണ്. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീണ്ടും ഞങ്ങളെ ഉപദ്രവിക്കാനാണോ? ഈ ചെറിയ കുട്ടിയെ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ലല്ലോ. ശരിക്കും വല്ലാത്ത കഷ്ടമുണ്ട്, നീലിമ പറഞ്ഞു.
നീലിമ അനിഷ്ടത്തോടെ പറഞ്ഞു. ഗീതയോട് അവൾക്കും ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഗീത അത്രക്കും ക്രൂരത അവരോട് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥും അവന്റെ അമ്മയെ തുറിച്ചു നോക്കി. എല്ലാവരും അവരോട് ദേഷ്യം കാണിക്കുന്നത് കണ്ടപ്പോൾ ഗീതയ്ക്ക് എന്തു പറയണമെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നീലിമ അസ്വസ്ഥതയോടെ പിന്നെയും ചോദിച്ചു. അശ്വിൻ ഞങ്ങളുടെ പേരക്കുട്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം, അതായത് സിദ്ധുവിന്റെ മകൻ. അവൻ ഞങ്ങളെ വിശ്വ ഫാമിലിയിലെ അംഗമാണ്, ഗീത പ്രതികരിച്ചു. സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നിന്നെയും അശ്വിനെയും ഞാൻ വേദനിപ്പിച്ചത്. ഒന്നും മനഃപൂർവ്വമല്ല. നീലിമ അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇത് കേട്ട് നീലിമ ആദ്യം ഞെട്ടി. പക്ഷെ പിന്നെ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. എന്നാലും അവൾ സ്വയം നിയന്ത്രിച്ചു. പിന്നെ ശാന്തമായി അവരെ നോക്കി. ഇന്നലെ രാത്രി ഇക്കാര്യം അവരെ അറിയിച്ചത് ഡോക്ടർ പ്രദീപാണ്. ഈ വാർത്ത കേട്ടപ്പോൾ അവർ ശരിക്കും ഞെട്ടി. പിന്നെ ഇരുവരും സന്തോഷിച്ചു. അശ്വിനോട് തോന്നിയ സ്നേഹം ഗീത തിരിച്ചറിഞ്ഞു. ഒപ്പം ചെയ്ത ക്രൂരതകളെല്ലാം അതിര് കടന്നിരുന്നു എന്ന കാര്യം ഓർത്തപ്പോൾ അവർക്ക് കുറ്റബോധം തോന്നി. അച്ചു, നോക്കിയേ, ഞാൻ മുത്തശ്ശിയാണ്. മോനെ, മുത്തശ്ശിയെന്നൊന്ന് വിളിച്ചേ. ഗീത വാത്സല്യത്തോടെ പ്രതീക്ഷയോടെയും അശ്വിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം അവർ വിശ്വനാഥനെ നോക്കി. വിശ്വേട്ടാ, നിങ്ങൾ നീലിമക്കും അശ്വിനും എന്തൊക്കെയോ വാങ്ങിച്ചില്ലേ? അതൊക്കെ എവിടെയാ? ഗീത ചോദിച്ചു. അയാൾ പുഞ്ചിരിയോടെ അശ്വിനെ നോക്കി. പിന്നെ കയ്യിലെ ബാഗിൽ നിന്നും ഒരു കാർ എടുത്ത് അശ്വിന് നേരെ നീട്ടി. ഇതേ നോക്കിയേ, അച്ചാച്ച മോനു വേണ്ടി വാങ്ങിയതാ. ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിയേ? വിശ്വനാഥൻ കുട്ടിയെ കൊഞ്ചിക്കും പോലെ പറഞ്ഞു. പക്ഷെ അശ്വിന്റെ മുഖത്ത് യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അവൻ ഇരുവരെയും നിസ്സംഗതയോടെ നോക്കി. നീലിമയാണെങ്കിൽ അവരുടെ ഉദ്ദേശം മനസ്സിലായിരുന്നു. അവൾ സിദ്ധാർത്ഥിന്റെ നിരാശയോടെ നോക്കി. അന്തരീക്ഷം കലുഷിതമായി മാറിയിരിക്കുന്നു. അശ്വിൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തിനെ പറ്റിയെന്ന് ആർക്കറിയാം? നീലിമക്ക് അതോർത്ത് ടെൻഷൻ തോന്നി. ആന്റി, അശ്വിൻ ഇപ്പോഴും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് അവനോട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. അവന് ടെൻഷനാകും. പ്ലീസ്. നീലിമ ഗീതയെ നോക്കി പറഞ്ഞു. അവളുടെ വാക്കുകളിൽ ദേഷ്യവും അമർഷവും നിറഞ്ഞിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ. സിദ്ധാർത്ഥിന്റെ അമ്മയും അച്ഛനും അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പൊട്ടിമുളച്ച സ്നേഹം അവളിൽ വെറുപ്പുണ്ടാക്കി. ഗീതയും വിശ്വനാഥും സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളായിപ്പോയി. അല്ലെങ്കിൽ നീലിമ എപ്പോഴും അവരെ പിടിച്ചു പുറത്താക്കുമായിരുന്നു. നീലിമയുടെ ശാസന കേട്ട് ഗീതയ്ക്ക് വിഷമം തോന്നി. അവർ എന്തോ പറയാൻ ആഗ്രഹിച്ചു. പക്ഷെ പുറത്തേക്ക് വന്നത് ഒരു തേങ്ങലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അശ്വിൻ അവരുടെ പേരക്കുട്ടിയാണല്ലോ. മുത്തശ്ശി പണ്ട് എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷെ മുത്തശ്ശിയോട് ക്ഷമിച്ചു തരില്ലേ? ഇനി മുതൽ മോനെ ഞാൻ ഒരുപാട് സ്നേഹിക്കാം. പകരം എന്നോട് ദേഷ്യം കാണിക്കല്ലേ. ഗീത അശ്വിനോട് മധുരമായി സംസാരിക്കാൻ ശ്രമിച്ചു. അശ്വിൻ അവരെ നോക്കി കണ്ണു ചിമ്മി. ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. സിദ്ധാർത്ഥ് അശ്വിന്റെ അച്ഛനാണെന്ന് അവർ പറഞ്ഞു. ആ കാര്യത്തിൽ അച്ഛന് യാതൊരു സംശയവുമില്ല. അവൻ അങ്ങനെ തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ അവന്റെ അമ്മയും ഡാഡിയും അത് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം ഗീതയുടെ സംസാര രീതിയാണ്. അവരെ മുത്തശ്ശിയെന്ന് വിളിക്കാൻ ഗീത അവനോട് ആവശ്യപ്പെടുന്നു. അവരെ ബന്ധുവായി കാണാൻ ആവശ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ അശ്വിൻ അവരോട് ഇഷ്ടമുണ്ട്. എന്നാൽ അമ്മയോടും തന്നോടും അവർ ചെയ്ത ക്രൂരതകൾ ഒന്നും ഈ കുഞ്ഞു മനസ്സിന് മറക്കാൻ പറ്റില്ല. അതെല്ലാം പേടി സ്വപ്നം പോലെ ഇന്നും അവനെ വേട്ടയാടുന്നുണ്ട്. ആ ചിന്തയിൽ യാന്ത്രികമായി അശ്വിൻ നീലിമയുടെ അരികിൽ നിന്നും മാറി. കൂടുതൽ സുരക്ഷിതത്വം തേടി സിദ്ധാർത്ഥിന്റെ അരികിലെത്തി. ഒപ്പം ഭയം നിറഞ്ഞ കണ്ണുകളോടെ അവൻ ഗീതയെ നോക്കി നിന്നു.